നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ പെരുന്നാൾ ആചരിക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായി തന്റെ ശിഷ്യന്മാരോടൊപ്പമുള്ള അന്ത്യ അത്താഴത്തിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പെസഹ. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി ഒരു വിശ്വാസി. 50 നോമ്പാചരണ കാലത്ത് അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയിയാണ് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി ശ്രദ്ധേയയായത്. മന്ത്രി വിളിച്ചാൽ കുടിവെള്ളമെത്തും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സമീപത്തുള്ള 15ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF പീരുമേട് നിയോജക മണ്ഡലം തല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന സമ്മേളനം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ പെരുന്നാൾ ആചരിക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായി തന്റെ ശിഷ്യന്മാരോടൊപ്പമുള്ള അന്ത്യ അത്താഴത്തിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പെസഹ. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് പെസഹ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായി ശിഷ്യന്മാരോടൊപ്പമുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് പെസഹ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വർഗീസ് കണ്ണാടൻ, ഫാദർ ജെയിംസ് ഏഴാനിക്കട്ട് എന്നിവർ സഹകാർമ്മികരായി. നാളെ ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6:30 പീഡാനുഭവ വായന, സന്ദേശം, കോട്ടപ്പാറ കുരിശുമുടിയിലേക്ക് പരിഹാര പ്രദക്ഷിണവും നടത്തും. ദുഃഖശനിയാഴ്ച രാവിലെ 6:30 കുർബാന, പുത്തൻ തിരി, പുത്തൻ വെള്ളം വെഞ്ചരിപ്പ്, മാമോദീസ വ്രത നവീകരണം എന്നീ തിരുക്കർമ്മങ്ങൾ നടത്തും. ഉയിർപ്പ് തിരുനാളിന്റെ തിരുക്കർമ്മങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുമെന്ന് വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് കണ്ണാടൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിക്ക് തൊട്ടുമുമ്പുള്ള വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം എന്ന് അറിയപ്പെടുന്നത്. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിന് ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. വീടുകളിൽ പെസഹാപ്പം മുറിക്കുന്ന ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ട്, സഹവികാരി ഫാദർ നിർമ്മൽ എന്നിവർ നേതൃത്വം നൽകി.
കുഞ്ഞാടിനെ ബലിയർപ്പിക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം വന്നു. ഈശോ പത്രോസിനെയും യോഹന്നാനെയും ഇപ്രകാരം പറഞ്ഞയച്ചു, നിങ്ങൾ പോയി നമുക്ക് ഭക്ഷിക്കുവാൻ പെസഹ ഒരുക്കുവിൻ. അവർ ഈശോയോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മൺകുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ടുമുട്ടും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ നിങ്ങൾ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ശാല എവിടെയാണ്? വിരിച്ചൊരുക്കിയ ഒരു വലിയ മാളിക കൂടി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. വിശുദ്ധമായ 50 നോമ്പാചരണ കാലത്ത് അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയ് ഏറെ സന്തോഷവതിയാണ്. സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി കഴിഞ്ഞ 3 വർഷമായി താൻ ചെയ്തിരുന്ന ഒരു പുണ്യപ്രവൃത്തി പൂർത്തിയാക്കാനായതിന്റെ ആത്മാഭിമാനവും ഒപ്പമുണ്ട്. തൊടുപുഴ ലൂണാറിൽ ഫ്രണ്ട് ഓഫീസറാണ് സീബ ജോയ് എന്ന ഈ വിശ്വാസി. 3 വർഷം കൊണ്ട് 4852 പേജിലായാണ് സീബ ബൈബിൾ പകർത്തിയത്. തൊടുപുഴ ലൂണാറിൽ ഫ്രണ്ട് ഓഫീസറായ അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയ് 3 വർഷം കൊണ്ട് 4852 പേജിലായാണ് ബൈബിൾ പകർത്തിയത്. ജോലി സമയം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമായിരുന്നു ബൈബിൾ എഴുതിയിരുന്നത്. ദിവസേന 4 പേജ് എഴുതി. പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് ബൈബിൾ പകർത്തി എഴുതുന്നതിലേക്ക് സീബയെ നയിച്ചത്. എൻ്റെ പേര് സീബ ജോയ്. എൻ്റെ വീട് അറക്കുളത്താണ്. പുത്തമ്പള്ളി ഇടവകയാണ്, സെൻറ് മേരീസ് പുത്തമ്പള്ളി ഇടവകയാണ്. പിന്നെ കൊറോണയുടെ സമയത്ത് ഞാൻ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എഴുതാമെന്ന്. ജോലി കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഞാൻ വൈകിട്ട് ഒരു മണിക്കൂർ എഴുതുമായിരുന്നു. പിന്നെ സമയം കിട്ടുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുമ്പം അങ്ങനെ എഴുതി തീർത്തു. ഇത് എഴുതി തീർത്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു എഴുതാനായിട്ട്. 3 വർഷം കൊണ്ട് ഞാൻ ഈ ബൈബിൾ എഴുതി തീർത്തത്. 4852 പേജോളം ഉണ്ട്. അത് പുതിയ നിയമം രണ്ടുമുണ്ട്, പുതിയ നിയമം പഴയ നിയമം ഉണ്ട്, സമ്പൂർണ്ണ ബൈബിൾ. കൃത്യമായി പള്ളിയിൽ പോകുമായിരുന്ന സീബ ഇടയ്ക്കിടെ ബൈബിളിലെ ചില വചനങ്ങളും ഭാഗങ്ങളും വായിക്കുമായിരുന്നുവെങ്കിലും മുഴുവനായും വായിക്കണമെന്ന് തോന്നിയത് കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നപ്പോഴാണ്. ഇതോടെ ബൈബിൾ വായിക്കാനും എഴുതുവാനും ആരംഭിച്ചു. ക്വാറന്റൈൻ കാലഘട്ടം കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോഴും ബൈബിൾ എഴുത്ത് തുടർന്നു. ഓരോ പേജും വായിച്ചു കഴിയുമ്പോൾ തന്നെ എഴുതിയും പോയി. ഇത്തരത്തിൽ 3 വർഷം കൊണ്ടാണ് പുതിയ നിയമവും പഴയ നിയമവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായും പകർത്തി സീബ എഴുതിയത്. കൈയെഴുത്തു ബൈബിൾ ഇടവക പള്ളിയായ അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയിൽ ഈസ്റ്റർ ദിനത്തിൽ സമർപ്പിക്കാനാണ് സീബയും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. ബൈബിൾ സ്വീകരിക്കുവാൻ പള്ളി അധികൃതരും തയ്യാറായിരിക്കുകയാണ്. അധ്യാപകനായ ഭർത്താവ് ജോയി മാത്യുവും മകളും ഭർത്തൃമാതാവും ബൈബിൾ പകർത്തി എഴുതുന്നതിനായി സീബയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനവും ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരങ്ങളും സംഘടിപ്പിച്ച് തൊടുപുഴ വിശ്വവിദ്യാമഠം. YMCA സ്വിമ്മിംഗ് പൂളിൽ നടത്തിയ മത്സരങ്ങൾ YMCA അഡ്മിനിസ്ട്രേറ്റർ PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സാഹചര്യങ്ങളിൽ വെള്ളക്കെട്ടുകളിൽ അകപ്പെട്ട് സംഭവിക്കുന്ന മുങ്ങിമരണങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിലാണ് വിശ്വവിദ്യാമഠം അധികൃതർ തങ്ങളുടെ കുട്ടികൾക്കായി ഫ്രീ സ്റ്റൈൽ നീന്തൽ വിദഗ്ധ പരിശീലനം ലഭ്യമാക്കിയത്. 2 ആഴ്ചത്തെ പരിശീലനമാണ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നൽകിയത്. തുടർന്ന് തൊടുപുഴ YMCA സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്കായി നടത്തിയ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരങ്ങൾ YMCA അഡ്മിനിസ്ട്രേറ്റർ PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ നീന്തൽ സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉള്ളപ്പോൾ അതിൽ ആദ്യമേ ട്രെയിനിങ് നടത്തിയാൽ പിന്നീട് ഏത് വെള്ളപ്പൊക്കത്തിൽ വന്നാലും അതിജീവിച്ച് നിൽക്കാൻ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വിശ്വവിദ്യാമഠം സ്കൂളിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഇപ്പം സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഇത് പണ്ട് മുതലേ ഇപ്പം നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ ആദ്യമായിട്ടാണ് കുട്ടികളെ കൊണ്ട് വരുന്നത്. അപ്പം നേരത്തെ മുതൽ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സ്വിമ്മിംഗ് ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ ഇങ്ങോട്ട് കടന്നു വരികയും ഇത്രയും കുട്ടികൾ ഇതിൽ പങ്കെടുത്ത് അവരൊക്കെ വളരെ ഈ സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ വിദഗ്ധര എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഭാവിയിൽ അത് ഗുണം ചെയ്യും. എല്ലാവർക്കും ഈ നീന്തൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അതുപോലെ ഇതിന് ഈ പ്രോഗ്രാമൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആളുകളെ കുട്ടികളെ കൊണ്ടുവന്ന് ഇതൊക്കെ നടത്തിയ ഈ സ്കൂളിൻ്റെ അധികൃതർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടിയിൽ വിശ്വവിദ്യാമഠം അഡ്മിനിസ്ട്രേറ്റർ VV മാത്യു അധ്യക്ഷത വഹിച്ചു.
വിവിധ ഏജ് ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് നീന്തൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. തുടർന്ന് തോപ്പൻസ് അക്കാദമി ഡയറക്ടർ മാത്യു ജോസഫ് കുട്ടികൾക്ക് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റുകളും മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മന്ത്രി വിളിച്ചാൽ കുടിവെള്ളം എത്തും. 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സമീപത്തുള്ള 15ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അലംഭാവമാണ് വെള്ളം കിട്ടാത്തതിന് കാരണം. ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാമെന്നാണ് അവർ നോക്കുന്നതെന്ന് ജനങ്ങൾ ആരോപിച്ചു. ജോജി ജയ ഫോട്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മന്ത്രി വിളിച്ചാൽ കുടിവെള്ളം എത്തും. 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സമീപത്തുള്ള 15ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്. ഇവിടെ കിടപ്പു രോഗികളുണ്ടെന്നും വെള്ളമില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രി വിളിച്ചു പറഞ്ഞ് അടുത്ത ദിവസം വെള്ളം എത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വെള്ളം ലഭിച്ചിട്ട് 8 ദിവസം പിന്നിട്ടു. വാട്ടർ അതോറിറ്റിയിൽ ചോദിക്കുമ്പോൾ മോട്ടോർ കേടാണെന്ന് പറയും. അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നും പറയും. 8 ദിവസമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ 2000 ലിറ്ററിന് 900 രൂപ മുടക്കിയാണ് വെള്ളം മേടിക്കുന്നത്. സഞ്ജയ് ഭവനിലെ വർഗീസ് കിടപ്പ് രോഗിയാണ്. 1 വർഷത്തോളമായി കിടപ്പിലാണ്. വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഇദ്ദേഹം. ഇവിടെ വെള്ളം കിട്ടുന്ന ദിവസം വളരെ കുറവാണ്. വാട്ടർ അതോറിറ്റിയുടെ അലംഭാവമാണ് വെള്ളം കിട്ടാത്തതിന് കാരണമെന്ന് ജനങ്ങൾ ആരോപിച്ചു. ഞങ്ങൾക്ക് എത്രയും വേഗം കുടിവെള്ളം കിട്ടണം. മന്ത്രി പറയുമ്പോൾ 2 ദിവസത്തേന് വരും. ഞങ്ങൾക്ക് കൂടെ കുളിക്കാനായിട്ട് ഒന്നും വേറെ വെള്ളം കിട്ടാൻ ഒരു മാർഗവുമില്ല. ഓനാണെ വണ്ടി തന്നെ വീണ് മേലാണ്ടിരിക്കുന്നു. ഓൻ ആറ്റിൽ പോയി കുളിക്കാൻ പോലും പറ്റിയില്ല. എന്നെക്കൊണ്ടാണേലും പറ്റിയില്ല. എനിക്ക് അസുഖമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇടുക്കി മൂന്നുമറ്റം AKG നിവാസിയാണ്. ഞങ്ങൾക്കിവിടെ ശുദ്ധജലം കിട്ടിയിട്ട് ഒരു 10 ദിവസമായി. ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു കുറച്ച് നേരം വെള്ളം വന്നിട്ട് അത് അപ്പം തന്നെ നിൽക്കണേത്. ദിവസമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് എത്രയും പെട്ടെന്ന് വെള്ളം ഞങ്ങൾക്ക് തരണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. 10 ദിവസത്തോളമായി ഞങ്ങൾക്ക് വെള്ളം ഇവിടെ കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് 10 ദിവസമായി. എല്ലാവരും വളരെയധികം വിഷമിച്ച് കഴിയുക. എവിടുന്നാണ് വെള്ളം കിട്ടുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാമെന്നാണ് അവർ നോക്കുന്നതെന്നും ഉപഭോക്താക്കൾ പരാതിപ്പെട്ടു. മന്ത്രി പറഞ്ഞ് വെള്ളമെത്തിച്ച ഇവർ മന്ത്രിയെ അപമാനിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. 10 ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല. കളക്ടർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു, SP-ക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു, വാട്ടർ അതോറിറ്റി എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. അതുകൂടാതെ ജലസേചന വകുപ്പ് മന്ത്രിക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. 2 ദിവസമാണ് കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ വെള്ളം വന്നിട്ടുള്ളത്. ഇതിന് നിത്യമായി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് റോഡ് ഉപരോധിക്കേണ്ടതായിട്ട് വരും. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF പീരുമേട് നിയോജക മണ്ഡലം തല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണയും ഡീൻ കുര്യാക്കോസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഇന്ത്യയെ വികസന പാതയിൽ എത്തിക്കുമെന്ന മോദി ഗ്യാരണ്ടി രാജ്യത്ത് നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ലെന്നും രമേശ് ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് 3ാം തവണയും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് UDF പീരുമേട് നിയോജകമണ്ഡലം തല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചത്. UDF പീരുമേട് നിയോജകമണ്ഡലം കൺവീനർ ആന്റണി ആലഞ്ചേരിൽ അധ്യക്ഷനായിരുന്ന കൺവെൻഷന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറീഖ് തോമസ് സ്വാഗതം ആശംസിച്ചു. AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിനേക്കാൾ മികച്ച വിജയത്തിൽ ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്നും മോദി ഗ്യാരണ്ടിയെ ഇന്ത്യയെ വികസനപാതയിൽ എത്തിക്കുമെന്ന മോദി ഗ്യാരണ്ടി രാജ്യത്ത് നടപ്പിലായിട്ടില്ല എന്നും ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് കളങ്കമേറ്റ മണിപ്പൂർ കലാപഭൂമിയിൽ ഒന്ന് എത്തിനോക്കുവാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്റെ മണ്ഡലത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങൾ നടത്താൻ കഴിഞ്ഞ ഡീൻ കുര്യാക്കോസിനെ ഇത്തവണ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ജനങ്ങൾക്ക് അറിയില്ല കാര്യമാണ്. നമുക്കറിയാവുന്ന ദേശീയ രാഷ്ട്രീയം വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ഇന്ന്
രാജ്യത്ത് 10 വർഷക്കാലമായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിച്ചിട്ടില്ല. മോഡിയുടെ ഗ്യാരണ്ടികൾ ഒന്നുപോലും നടപ്പാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നൽകിയത്? ഗവൺമെന്റ് പറഞ്ഞില്ലേ, 1 വർഷം കൊണ്ട് 2 കോടി ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുത്തു. ആർക്കാണ് ഇന്ത്യയിൽ തൊഴിൽ കിട്ടിയത്? കോവിഡ് കാലത്ത് കോടാനുകോടി തന്നെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ആർക്കും പുതുതായി തൊഴിൽ കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു പെട്രോളിനും ഡീസലിനും ലിറ്റർ 1-ന് 34 രൂപയ്ക്ക് കൊടുക്കുമെന്ന്. ഇന്ന് പെട്രോളിനും ഡീസലിനും 100 രൂപയിൽ കൂടുതലാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഗ്യാസ് കുറ്റിക്ക് 400 രൂപയായിരുന്നു. ഇന്ന് എത്ര രൂപയാണ്? 1100-1200 രൂപ ആളുകൾക്ക് കൊടുക്കണം. മോഡി പറഞ്ഞു കർഷകർക്ക് അവരുടെ വരുമാനം 2 ഇരട്ടിയാക്കി മാറ്റാൻ നടപടിയാണ് സ്വീകരിക്കുന്നുണ്ട്. കർഷകരുടെ വരുമാനം 2 ഇരട്ടിയാക്കിയെന്ന് മാത്രമല്ല, ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ ഓരോ കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ്. ഡൽഹി ഹരിയാന ബോർഡറിൽ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത കർഷകരെ വെടിവെച്ചു കൊന്നത് നമ്മൾ കണ്ടതാണ്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MK ജേക്കബ്, KPCC സെക്രട്ടറി S അശോകൻ, KPCC നിർവാഹക സമിതി അംഗം റോയ് കെ പൗലോസ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. തുടർന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സംസാരിച്ചു. ഇടുക്കിയിലെ ഭൂമി പട്ടയ വിഷയങ്ങളിലും വന്യമൃഗശല്യത്തിലും ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള മറുപടിയായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ, M ഉദയസൂര്യൻ, ഷാൻ അരൂപ്ലാക്കൽ തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയിൽ നിന്നും ജനമുന്നേറ്റ യാത്രയെ സ്വീകരിച്ച് ടൗണിലേക്ക് ആനയിച്ചു. മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന സമ്മേളനം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ AN മുകുന്ദദാസ് അധ്യക്ഷത വഹിച്ചു. വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയിൽ നിന്നും ജനമുന്നേറ്റ യാത്രയെ സ്വീകരിച്ച് ടൗണിലേക്ക് ആനയിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന സമ്മേളനം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖസത്യമുണ്ട്. അപ്പോൾ നമ്മൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. ആ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഈ ജനഹൃദയങ്ങളെയും ഈ ജനാധിപത്യ കേരളത്തെയും ഈ ജനാധിപത്യ സർക്കാരിനെയും നമ്മുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. വിശ്വകർമ്മനാഘോഷത്തിൽ
നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ, മന്ത്രിമാരോ MP-മാരോ MLA-മാരോ അല്ല മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുന്നു, പരിഗണിക്കാം, പരിഹരിക്കാം എന്ന് പറയുന്നു. ഇലക്ഷൻ വരുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങൾ പറയുന്നു, മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. പക്ഷെ നാളെ ഇതുവരെയായിട്ടൊരു പരിഹാരമില്ല. പക്ഷേ ഇപ്പോൾ വലിയ ലക്ഷ്യത്തോടു കൂടി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ജനഹൃദയങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്വാഗതസംഘം ചെയർമാൻ AN മുകുന്ദദാസ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR മധുവിനെ പ്രവർത്തകർ സ്വീകരിച്ചു. വിനോദ് തച്ചുവേലിൽ, MV ലക്ഷ്മണൻ, PT രംഗനാഥൻ, VK ബിജുമോൻ, TG മോഹനൻ, PV ഷാജിമോൻ, ഷീജ ശിവാനന്ദൻ, PK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിയൻ പ്രസിഡന്റ് KG സന്തോഷ് സ്വാഗതവും ജനറൽ കൺവീനർ KS അജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം മൈലാടിയിൽ ക്രാഷ് ബാരിയർ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇവിടെ അപകടം തുടർക്കഥയാകുന്നു. വ്യാഴാഴ്ച വെളുപ്പിന് 2 മണിക്ക് നാഗപ്പുഴ സ്വദേശികളുടെ ഒരു മിനി ലോറി നിയന്ത്രണം വിട്ട് ഓലിക്കുന്നൽ സണ്ണിയുടെ വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞു. വൻ ദുരന്തം ഒഴിവായി. റോഡരികിൽ സിഗ്നൽ ലൈറ്റിന്റെ തൂണിലും മണ്ണാപ്പറമ്പിൽ ടോമിയുടെ റബ്ബർ പാൽ നിറച്ചു വെച്ചിരുന്ന ബാരലിലും ഇടിച്ച് 30 അടി താഴ്ചയിലേക്കാണ് വണ്ടി മറിഞ്ഞത്. ജോജി ജയ ഫോട്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അറക്കുളം മൈലാടിയിൽ ക്രാഷ് ബാരിയർ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇവിടെ അപകടം തുടർക്കഥയാണ്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ മൈലാടിയിൽ റോഡിന്റെ ഓടയടച്ച് അറക്കുളം പഞ്ചായത്ത് മെറ്റലും പാറപ്പൊടിയും സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്നു. ഇതിന്റെ എതിർവശത്ത് 30 അടി താഴ്ചയിൽ ഒരു വീടുണ്ട്. വ്യാഴാഴ്ച വെളുപ്പിന് 2 മണിക്ക് നാഗപ്പുഴ സ്വദേശികളുടെ ഒരു മിനി ലോറി നിയന്ത്രണം വിട്ട് ഓലിക്കുന്നേൽ സണ്ണിയുടെ വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞു. വൻ ദുരന്തം ഒഴിവായി. റോഡരികിൽ സിഗ്നൽ ലൈറ്റിന്റെ തൂണിലും മണ്ണാവറമ്പിൽ ടോമിയുടെ റബ്ബർ പാൽ നിറച്ചു വെച്ചിരുന്ന ബാരലിലും ഇടിച്ച് 30 അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. വാഹനം ഭിത്തിയിലിടിച്ചു നിന്നു. ഇവർ പോത്തിനെയും കയറ്റി കട്ടപ്പന ഭാഗത്തേക്ക് പോയതാണ്. തിരിച്ചു വരും വഴിയാണ് അപകടം. വാഹനത്തിൽ 2 പേർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. സിഗ്നൽ ബോർഡിന്റെ തൂണിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ വീട് നിശേഷം തകരുമായിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന സണ്ണിയും കുടുംബവും ഒച്ച കേട്ട് ചാടി എഴുന്നേറ്റപ്പോഴാണ് മുറ്റത്ത് വാഹനം കിടക്കുന്നത് കാണുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പൂച്ചപ്പുറ സ്വദേശികളായ 2 യുവാക്കൾ മെറ്റലിൽ തട്ടിമറിഞ്ഞ് പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇതിനു പുറമെ ഒരു ബലോറ സണ്ണിയുടെ മുറ്റത്തേക്ക് മറിഞ്ഞിരുന്നു. അതിലും ആർക്കും പരിക്ക് പറ്റിയില്ല. ഇനിയും ഇവിടെ ദുരന്തത്തിന് സാധ്യതയുണ്ട്. അറക്കുളം പഞ്ചായത്ത് എത്രയും വേഗം ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മെറ്റലും പാറപ്പൊടിയും നീക്കം ചെയ്യണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അപകട മേഖലയായ ഇവിടെ 100 മീറ്റർ നീളത്തിൽ ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വന്യമൃഗ ആക്രമണത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ആർത്തിരമ്പി. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് നടന്ന പഠനോത്സവത്തിലാണ് വിദ്യാർത്ഥികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധം ഉയർന്നത്. വിദ്യാർത്ഥികളുടെ മികവിനെ അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ജോഷി ചാക്കോ ഉറുമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗ ആക്രമണത്തിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ആർത്തിരമ്പി. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് നടന്ന പഠനോത്സവത്തിലാണ് വിദ്യാർത്ഥികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധമുയർന്നത്. വിദ്യാർത്ഥികളുടെ മികവിനെ അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ മോൾ അജാസാണ് പ്രശ്നം അവതരിപ്പിച്ചത്. രാത്രികാലങ്ങളിൽ ആനയടക്കമുള്ള നിരവധി മൃഗങ്ങളാണ് പ്രദേശത്ത് ഭീതി പതിക്കുന്നതെന്നായിരുന്നു ഫാത്തിമയുടെ പരാതി. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന യോഗത്തിൽ പ്രതിഷേധം ശക്തമായി. പിന്നീട് വിദ്യാർത്ഥികൾ കൂട്ടമായി പ്രതിഷേധ ബാനർ തയ്യാറാക്കുകയായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ബാനറിൽ ഒപ്പിട്ടതോടെ പ്രാദേശികമായി ജനശ്രദ്ധയെ ആകർഷിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ജോഷി ചാക്കോ ഉറുമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പ്രാദേശിക PTA-കൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതായത് പേരൻസിലേക്ക്, കുട്ടികളുടെ ഇടയിലേക്ക് അധ്യാപകർ ഇറങ്ങി ചെല്ലണം. എങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ പ്രശ്നങ്ങള്, പ്രദേശത്തിന്റെ പ്രശ്നങ്ങള്, അവിടുത്തെ സാമൂഹിക സാഹചര്യം എല്ലാം ശരിക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ മുള്ളരിങ്ങാടിന്റെ ഒരു പ്രത്യേക കാലാവസ്ഥ, ആ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് വരുന്നവർ അഭിമുഖീകരിക്കുന്ന ആ വലിയ ഭീഷണിയായിട്ടുള്ള ആ വന്യമൃഗശല്യം,
അതും ഞങ്ങൾ അതേ ഗൗരവത്തിൽ തന്നെ ഏറ്റെടുക്കുകയാണ്. അധ്യാപകൻ MK ബിജു പദ്ധതി വിശദീകരിച്ചു. ജോസഫ് സക്കറിയാസ്, സോബി സിജു, സജി ചെറിയാൻ, ജെയ്സം എബ്രാഹിം, സാലി ഇരുവാക്കൽ, NM നവാസ്, ജോമോൻ ജോസ്, ജോഷി ഫ്രാൻസിസ്, ജോയമ്മ സെബാസ്റ്റ്യൻ, അശ്വിൻ മാത്യു, നൈസി മാത്യു, നീന ജോയി, മോനിക്ക ദേവസ്യ, ജിയോ റെജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കലൂർ. തൊടുപുഴ ബാർ അസോസിയേഷനിലെ 108 അഭിഭാഷകരെ കേരള ബാർ കൗൺസിൽ അഭിഭാഷക ക്ഷേമനിധിയിൽ ചേർന്ന് 108 അഭിഭാഷക ഫോറം ഏറ്റുവാങ്ങുന്നതിന്റെയും തൊടുപുഴ ബാർ അസോസിയേഷൻ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പിന് സ്വീകരണം നൽകുന്നതിന്റെയും യോഗം തൊടുപുഴ ബാർ സോഷ്യൽ ഹാളിൽ വെച്ച് നടന്നു. യോഗത്തിൽ ബാർ കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് സാജു പോൾ, ആന്റണി മാറാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഒത്തിരി പേരിന്നിവിടെയുണ്ട്. നമ്മൾ ഈ വെൽഫെയർ ഫണ്ടിൽ ചേരുന്ന തന്നെ പുതിയ അഭിഭാഷകർ ധാരാളം പേരുണ്ട്. 1976 അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്ത് അദ്ദേഹം നമ്മുടെ വളരെ അടുത്ത ജില്ലക്കാരനാണ്, കോട്ടയം ജില്ലക്കാരനാണ്. 76 തൊട്ട് 1984 വരെ കോട്ടയത്തെ അല്ലെങ്കിൽ സമീപ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധനായ ക്രിമിനൽ ലോയറായിരുന്ന M. തോമസ് സാറിൻ്റെ ജൂനിയറായിട്ട് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം 84 ഹൈക്കോടതിയിലേക്ക് പ്രാക്ടീസ് മാറ്റി 91 വരെ അവിടെ രാഘവ് ഗ്രൂപ്പ് XMLA അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് പനംകുട്ടി ഭാഗത്ത് കാറിൽ കടത്തിയ 3 കിലോ കഞ്ചാവ് പിടികൂടി. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ R. ജയചന്ദ്രൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പഴയരിക്കണ്ടം വരകുളം സ്വദേശി മണപ്പാട് വീട്ടിൽ ജോസഫിന്റെ മകൻ 36 വയസ്സുള്ള റിൻസനാണ് കഞ്ചാവുമായി പിടിക്കപ്പെട്ടത്. പനംകുട്ടി ഭാഗത്ത് കാറിൽ കടത്തിയ 3 കിലോ കഞ്ചാവ് പിടികൂടി. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ R. ജയേന്ദ്രൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പഴയരിക്കണ്ടം വരകുളം സ്വദേശി മണപ്പാട്ട് വീട്ടിൽ ജോസഫ് മകൻ 36 വയസ്സുള്ള റിൻസനാണ് കഞ്ചാവുമായി പിടിക്കപ്പെട്ടത്. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിച്ച കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയാണ് പിടിക്കപ്പെട്ടത്. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ടീമും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ടീമും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ഞിക്കുഴി സ്വദേശിയുടെ വാഹനത്തിൽ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ കടത്തിക്കൊണ്ടുപോയ ഒരു 3 കിലോയ്ക്കടുത്തുള്ള കഞ്ചാവുകൾ നമ്മൾ കണ്ടെത്തി കേസാക്കിയിട്ടുള്ളതാണ്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തുടർന്നും ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് പരിശോധന ഉണ്ടാകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി മാത്രമേ പറയാൻ സാധിക്കൂ. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. B. രാജകുമാർ, TA. അനീഷ്, ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സേവ്യർ PD, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സിജിമോൻ KN, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിജോ ജോസഫ്, ആൽബിൻ ജോസ്, ഷോബിൻ മാത്യു, ഇടുക്കി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി ജെയിംസ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് PK ഷിജു, സിവിൽ എക്സൈസ് ഓഫീസർ മണികണ്ഠൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി, ഡ്രൈവർ ശശി PK എന്നിവർ ചേർന്നാണ് കേസ് കണ്ടെത്തിയത്. പ്രതിയെ അടിമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി ഓടിച്ചു വന്ന KL 01BL 4400 സ്വിഫ്റ്റ് കാറും പിടിച്ചെടുത്തു. ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് പുഷ്പവസന്ത കാഴ്ചകളും വിനോദ വിജ്ഞാന വേദികളും ഒരുക്കി 1.5 മാസം നീണ്ടു നിൽക്കുന്ന 16ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് കുമളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ തുടക്കമായി. വിവിധ ഇനം പൂച്ചെടികൾ, വിനോദ വിജ്ഞാന കലാപരിപാടികൾ, വിവിധ റൈഡുകൾ, വാണിജ്യ സ്റ്റാളുകൾ, ഭക്ഷ്യമേളകൾ എന്നിവയാണ് 47 ദിവസം നീണ്ടു നിൽക്കുന്ന തേക്കടി പുഷ്പമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു തേക്കടി പുഷ്പമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് പുഷ്പവസന്ത കാഴ്ചകളും വിനോദ വിജ്ഞാന വേദികളും ഒരുക്കി 1.5 മാസം നീണ്ടു നിൽക്കുന്ന 16ാമത് തേക്കടി പുഷ്പമേളയ്ക്കാണ് കുമളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ തുടക്കമായത്. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് നടന്ന തേക്കടി പുഷ്പമേളയുടെ ഉദ്ഘാടനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ രജനി ബിജു നിർവഹിച്ചു. വിദേശികൾ
വിദ്യാലയങ്ങളിൽ കടന്നു വരുമ്പോൾ അവർക്ക് മനം കുളിരുന്ന തരത്തിലുള്ള കാഴ്ചകളും അതുപോലെ അമ്യൂസ്മെന്റ് പാർക്കുകളും കുട്ടികൾക്കായിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും എല്ലാം നമ്മുടെ ഇതിന്റെ ബാക്ക് സൈഡിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 47 ദിവസം കണ്ടു നിൽക്കുന്ന ഈ പുഷ്പമേള ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഗാനമേളകളും അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ മേഖലയിലുള്ള മന്നാംകുത്ത് അവരുടേതായിട്ടുള്ള പ്രത്യേക കലാരൂപങ്ങളും എല്ലാം ഈ സ്റ്റേജിൽ അണിനിരക്കും. എല്ലാ ദിവസവും കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ് നമ്മുടെ പുഷ്പമേളയുടെ സമയം. അത്രയും സമയം ഇതിനുള്ളിൽ പ്രവേശിക്കുന്നവർക്ക് യാതൊരു ബോറടിയും ഇല്ലാതെ നല്ല രീതിയിൽ സമയം ചെലവഴിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുമളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹിക സന്നദ്ധ പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചെടിച്ചട്ടികളിൽ 200-ൽ പരം ഇനം പൂച്ചെടികൾ പുഷ്പമേളയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആന്തൂറിയം, ഓർക്കിഡ്, പഴവർഗ്ഗ തൈകൾ, വിവിധ ഇനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുമുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേകം റൈഡുകൾ, വിവിധ ഭക്ഷ്യവിപണന മേളകൾ, വാണിജ്യ സ്റ്റാളുകൾ എന്നിവയും തേക്കടി പുഷ്പമേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. 47 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടാവും. 7 വയസ്സ് വരെ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർ, അനാഥമന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്കും പ്രവേശനം സൗജന്യമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അമൃത നൃത്തകലാഭവന്റെ നൃത്തോത്സവം നടന്നു. മുതിർന്നവർക്ക് പ്രവേശന ഫീസ് 60 രൂപയാണ്. രാവിലെ 9:30 മുതൽ രാത്രി 10 മണി വരെയാണ് തേക്കടി പുഷ്പമേളയുടെ പ്രദർശന സമയം. VBC ന്യൂസ്, കുമളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ പെരുന്നാൾ ആചരിക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുന്നോടിയായി തന്റെ ശിഷ്യന്മാരോടൊപ്പമുള്ള അന്ത്യാത്താഴത്തിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പെസഹ. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി ഒരു വിശ്വാസി. 50 നോമ്പാചരണ കാലത്ത് അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയിയാണ് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി ശ്രദ്ധേയയായത്. മന്ത്രി വിളിച്ചാൽ കുടിവെള്ളമെത്തും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. മൂലമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സമീപത്തുള്ള 15ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF പീരിമേട് നിയോജക മണ്ഡലം തല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുനിസിപ്പൽ മൈതാനിയിൽ ചേർന്ന സമ്മേളനം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.